ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബീറ്റ, ദെൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? അതായത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, -π/2ന്റെയും π/2ന്റെയും ഇടയിലാണ് ഏതെന്ന് പറയുക, സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയണത് ഇതിനിടയിലായിരിക്കും അല്ലേ. അപ്പോൾ -π/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/2 എന്ന് എഴുതിക്കൂടെ. ഇനി ഞാൻ രണ്ട് ഭാഗത്തും ഏതാ ആഡ് ചെയ്തു, π/2 എന്നുള്ളത് എല്ലാത്തിനും ആഡ് ചെയ്തു. അപ്പൊ എന്ത് വരും, -π/2 പ്ലസ് π/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് π/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/2 പ്ലസ് π/2 അല്ലേ. ഇപ്പൊ എന്ത് വന്നു, ഈ -π/2 പ്ലസ് π/2 എന്ന് പറഞ്ഞാൽ 0 ആണെന്ന് അറിയാം. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് π/2ന് പകരം ഞാൻ എന്ത് എഴുതി, സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതി. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതി. അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π/2 അല്ലേ. അപ്പൊ പൈ എന്ന് വന്നില്ലേ, 2 ക്യാൻസൽ ചെയ്ത് പോയാൽ പൈ എന്ന് വന്നു. അപ്പൊ നമുക്ക് എന്താ വന്നേ, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ. ഇനി ഈ സൈൻ ഇൻവേഴ്സ് എക്സും സൈൻ ഇൻവേഴ്സ് എക്സും കൂടി കൂട്ടിയാൽ എന്ത് വരും, 2 സൈൻ ഇൻവേഴ്സ് എക്സ് വരില്ലേ, 2 സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് വരില്ലേ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ. അപ്പൊ നോക്കി നോക്കൂ, ഇത് ഈ ഫോം തന്നെയല്ലേ. നോക്കൂ, 2 സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ്, അത് ആൽഫയുടെയും ബീറ്റയുടെയും ഇടയിലാണ്. അത് ഏതാണെന്നാണ് ചോദിച്ചേക്കണേ. അപ്പൊ ആൽഫ എന്ത് വരും, ആൽഫ 0 എന്നും ബീറ്റ എന്ത് വരും, പൈ എന്നുമാണ് വരിക. അപ്പൊ ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. താങ്ക് യു.